നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ളതായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച് പോയിട്ടുള്ളതായ ചില തെറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് എതിരായി നിൽക്കുകയോ അതുമൂലം ചില നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത വിധം സാഹചര്യങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അത്തരം സമയങ്ങൾ അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. ധനപരമായി പോലും നിങ്ങളിലേക്ക് നല്ലൊരു സമയം കടന്നു വരുന്നു എന്ന സൂചന ലഭിക്കുന്നു. ബിസിനസ് ചെയ്യുന്നവർക്കും ശുഭസമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഈ സമയം പല കാര്യങ്ങളും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനായി സമയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. പല കാര്യങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനസ്സിലുള്ള കാര്യങ്ങൾ അത് പുറത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചില വ്യക്തികളുമായുള്ള ബന്ധം നിലനിർത്തുവാനും ഉണ്ടായിട്ടുള്ളതായ ചില തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാനും സാധിച്ചു എന്ന് വരാം. അതിനാൽ ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും അതല്ല പറയുമ്പോഴും തീർച്ചയായും അതിലൊരു വ്യക്തത ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങളിലേക്ക് കൂടുതലായും കടന്നു വരുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് സംസാരം തന്നെയാണ്. സംസാര കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ധനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അത് തീർച്ചയായും നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നു. ഏതൊരു കാര്യവും ഫേസ് ചെയ്യുവാനുള്ള ഒരു മാനസികപരമായ ഉറപ്പ് തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന സൂചനയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. ഈ സമയം കോൺഫിഡൻസോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അല്ലെങ്കിൽ കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സമയമാണ്. എവിടെയും ജയിക്കുവാനും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുവാനും സാധിക്കുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ജയിച്ച് സാധിക്കൂ എന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ട്. പുതിയ റിലേഷൻ, അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും കൂടുതൽ ക്ലാരിറ്റി, വ്യക്തത നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. വ്യക്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് മുൻപിലുള്ളത്. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ആത്മീയപരമായ കാര്യങ്ങൾ കൂടുതലായി ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ശുഭകരമായ കാര്യങ്ങളിൽ ഒരു പുരോഗതി വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ജീവിതത്തിൽ ഒരു ബാലൻസ് വന്നു ചേരുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് മുൻപിലുള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. ദുഃഖങ്ങളും ദുരിതങ്ങളും നൊമ്പരങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാനും ഭാരങ്ങൾ ഒരു പരിധിവരെ ഇറക്കി വെച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന സമയം കൂടിയാണ് എന്ന് പരാമർശിക്കാം. അപ്രതീക്ഷിതമായ ധനം വന്ന് ചേരാവുന്ന ഒരു സമയം കൂടിയാണ് മുൻപിലുള്ളത്. വിട്ടുപോയ ആളുകൾ തിരികെ വരുന്ന സാഹചര്യം പോലുമുണ്ട്. ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. പുതിയ തുടക്കം നിങ്ങളിലേക്ക് വന്നു ചേരാം. പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാം.
ഭാവിയിലേക്ക് എന്തോ ഒരു കാര്യം തുടങ്ങി വയ്ക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കാണാം. പല കാര്യങ്ങളും അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. നഷ്ടബോധം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ഏതോ ഒരു കാര്യം നഷ്ടപ്പെട്ടു, അതിനാൽ അല്പം ദുഃഖിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും അത്തരമൊരു എനർജി ഇവിടെ കാണുവാൻ സാധിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അതെല്ലാം അതിജീവിക്കുവാനും ഒരു മാറ്റം സംഭവിക്കുവാനും സാധ്യത കൂടുതലുള്ള സമയമാണ്. സാമ്പത്തിക നഷ്ടം, ബന്ധങ്ങളിൽ അകൽച്ച, കടം, അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത് മറികടക്കുവാനുള്ള എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന സാഹചര്യമുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ സന്തോഷം ലഭിക്കാവുന്ന, ഭഗവാൻ നിങ്ങളിലേക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ഫാമിലിയുമായി ബന്ധപ്പെട്ട് പോലും സന്തോഷകരമായ നിമിഷങ്ങൾ, നിങ്ങൾ പങ്കെടുക്കുന്നതായ നിമിഷങ്ങൾ, അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. പരീക്ഷകളുമായി ബന്ധപ്പെട്ട് പോലും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ചിന്തകൾ, ആറ്റിറ്റ്യൂഡ് മാറുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർ പറയുന്ന നന്മ മനസ്സിലാക്കി അത് സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തികളുടെ ഒരു എനർജിയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കുവാൻ ശ്രമിക്കുന്നു എങ്കിൽ അതിന് സാധിക്കും എന്ന സൂചന തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. പോസിറ്റീവായ ചിന്തകളോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം എനർജി നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഭഗവാൻ നിങ്ങളെ അത്തരത്തിൽ സഹായിക്കുന്നതാണ്. മനസ്സ് ഈ സമയം ശാന്തമാക്കി വയ്ക്കേണ്ടത് അനിവാര്യമാണ്. പലവിധ ചിന്തകൾ, ആകുലതകൾ മനസ്സിലുണ്ട്. മനസ്സ് ശാന്തമായി തന്നെ വയ്ക്കണം. അനാവശ്യമായ ചിന്തകളെ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കി അനാവശ്യമായ കാര്യങ്ങൾ തലയിൽ എടുത്തു വയ്ക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളെ വലിയ ഉയരങ്ങളിലേക്ക് തന്നെ എത്തിക്കുക തന്നെ ചെയ്യും. പല കാര്യങ്ങളിലും ഇമോഷണൽ സൈഡ് മാറ്റിവെച്ച് ബുദ്ധിപൂർവം നിങ്ങൾ ചിന്തിക്കാൻ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വന്തം കഴിവിനാൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഏത് പ്രശ്നത്തെയാണ് എങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അമിതമായ ചിന്തകൾ നിങ്ങളെ വളരെയധികം കുഴക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളെയും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ മറ്റുള്ളവരെ പല കാര്യങ്ങളിലും അംഗീകരിക്കുന്നത് പോലെ മറ്റുള്ളവർ നിങ്ങളെയും അംഗീകരിക്കുവാൻ ആരംഭിക്കുന്നതാണ്. മറ്റുള്ളവരാൽ ചില വിഷമതകൾ അനുഭവിക്കുന്നു എങ്കിലും ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ സ്വന്തം മനസ്സിനെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണം എന്നില്ല. കൃത്യമായി ആരോട് എപ്രകാരം രഹസ്യങ്ങളാണ് എങ്കിലും മറ്റ് കാര്യങ്ങളാണ് എങ്കിലും പറയേണ്ടത് എന്ന ചിന്ത വരേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ച് മാത്രം ഈ സമയം മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ കാര്യങ്ങൾ വന്നു ചേരും. ഭഗവാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന ബോധ്യവും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഭഗവാനിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുക.